പക്ഷെ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ചേച്ചി ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞാൻ തെളിവുകളുണ്ടെന്ന് ഞാൻ സഹിനോട് പറയല്ലേ. സഹിൻ, എനിക്ക് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. മനസ്സിലായി? 100 കൂടുതലുണ്ടാ ആളുകൾ 101 പറയും, പക്ഷെ 101% ഇല്ലല്ലോ. ഇല്ല, അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല. നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം, അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്. ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിനും പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറയണത് എന്താറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റുന്നു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കണം ഈ അക്യൂസിൻ്റെ വക്കീലന്മാരോട്, എവിടെയാണ് CFSL പോയ റിപ്പോർട്ടിൽ നിന്ന്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിൻ്റെ? അതെവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. ഇതെല്ലാം അറിയാവുന്ന ആൾ നമ്മൾ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം വരെ 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് TB മിനിയാണ്.